ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയ നോക്കിയാൽ മുഴുവനും മോട്ടിവേഷൻ ക്ലിപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴിതാ പ്രസംഗത്തിനിടയിൽ കാണികളെ അസഭ്യം പറഞ്ഞതിൽ ഒരു മോട്ടിവേഷൻ പ്രഭാഷകനായ അനിൽ ബാലചന്ദ്രന്റെ പരിപാടി നിർത്തിവെച്ച സംഭവത്തിൽ പ്രതികരണവുമായി VT ബൽറാം അടക്കമുള്ള ആളുകൾ രംഗത്തുണ്ട്. ഒരുപാട് ആളുകൾ പ്രതികൂലമായും എന്നാൽ ചെറിയ ഒരു വിഭാഗം ആളുകൾ അനുകൂലമായും അനിൽ ബാലചന്ദ്രനു വേണ്ടി സംസാരിക്കുന്നുണ്ട്. സാഹിത്യകാരനായ ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി ബന്ധപ്പെട്ട വിവാദം എടുത്തു പറഞ്ഞുകൊണ്ടാണ് VT ബൽറാമിന്റെ ഒരു കുറിപ്പ്. കേട്ടിരിക്കുന്ന ആളുകളെ തെറിവിളിച്ച് മോട്ടിവേഷൻ വാരി വിതറുന്ന അനിൽ ബാലചന്ദ്രന് 1.5 മണിക്കൂറിന് 4 ലക്ഷം രൂപ നൽകുമ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് വെറും 2400 രൂപയാണ് നൽകുന്നത്. ഒരു സമൂഹം എന്ന നിലയിൽ കേരളത്തിന്റെ ഭാവിയെ കുറിച്ചിട്ടുള്ള ആശങ്കകൾക്കും കാരണമാകും VT ബൽറാം കുറിച്ചത് എന്നാണ് പറയുന്നത്. ഇപ്പോ VT ബൽറാമിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: കേട്ടിരിക്കുന്ന ആളുകളെ തെറിവിളിച്ച് മോട്ടിവേഷൻ വാരി വിതറുന്ന അനിൽ ബാലചന്ദ്രന് 1.5 മണിക്കൂറിന് 4 ലക്ഷം രൂപ പ്രതിഫലം. കാരണം ഇവിടെ കേൾവിക്കാർ പ്രതീക്ഷിക്കുന്നത് അവരവരുടെ വ്യക്തിപരമായ വികാസവും സാമ്പത്തിക അഭിവൃദ്ധിയുമാണ്. എന്നാൽ ഗഹനമായ പഠനങ്ങളുടെയും മൗലികമായ വീക്ഷണങ്ങളുടെയും പിൻബലത്തിൽ 2 മണിക്കൂർ പ്രഭാഷണം നടത്തിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പ്രതിഫലം വെറും 2400 രൂപ. ഇവിടെ വിഷയം മഹാകവി കുമാരനാശാന്റെ കവിതകളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിന്റെ പൊതുവായ ചില രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങൾ. ഇപ്പോഴത്തെ വിവാദത്തിൽ എനിക്ക് താല്പര്യം തോന്നിയത് ഈ ഒരു ആംഗിളിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് വിഷയത്തിനും പ്രഭാഷകനുമുള്ള മൂല്യവ്യത്യാസത്തെ ഒരു പരിധിവരെ ഉൾക്കൊള്ളാനാകുന്നുണ്ട്. എന്നാൽ വ്യക്തിപരമായ വളർച്ചയും പൊതുവായ സാമൂഹിക കാര്യങ്ങളും തമ്മിൽ താരതമ്യമുണ്ടാകുമ്പോൾ മലയാളികൾ ഓരോന്നിനും നൽകുന്ന വെയിറ്റേജ് തീർച്ചയായും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഒരു സമൂഹം എന്ന നിലയിൽ കേരളത്തിന്റെ ഭാവിയെ കുറിച്ചിട്ടുള്ള ആശങ്കകൾക്കും ഇത് കാരണമാകും എന്ന് അദ്ദേഹം ആശങ്കയ്ക്ക് തിരികൊളുത്തുന്നു. നമ്മൾ കോഴിക്കോട് ടൗണിലേക്ക് കയറിയാൽ പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ അനിൽ ബാലചന്ദ്രന്റെ പരിപാടിയുണ്ട് എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് പോസ്റ്ററുകളാണ് കോഴിക്കോട് ടൗൺ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. കാരണം അത്രയ്ക്കും പരസ്യം വേണം അദ്ദേഹത്തിന്, എന്നാലേ അദ്ദേഹത്തിന് ഒരു മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. പ്രസംഗത്തിനിടയിൽ നിരന്തരം അസഭ്യവാക്കുകൾ പറഞ്ഞതിനെ തുടർന്നാണ് ബിസിനസ് മോട്ടിവേഷണൽ സ്പീക്കറായ അനിൽ ബാലചന്ദ്രന്റെ പരിപാടി പോലും വെക്കേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം റോട്ടറി ഇന്റർനാഷണൽ കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടിയാണ് സദസ്സിൽ ഉണ്ടായിരുന്നവരുടെ പ്രതിഷേധത്തെ തുടർന്ന് പാതി വഴിക്ക് നിർത്തിവെക്കേണ്ടി വന്നത്. പ്രഭാഷകൻ തുടരെ അസഭ്യവർഷം നടത്തിയതോടെ പരിപാടിക്കെത്തിയ ആളുകൾ ബഹളം വെക്കുകയായിരുന്നു. പിന്നീട് സംഘാടകർ ഇടപെട്ട് പരിപാടി തന്നെ നിർത്തിവെച്ചു. മെയ് 21, 22 ദിവസങ്ങളിലായിരുന്നു കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ റോട്ടറി ഇന്റർനാഷണലിന്റെ മെഗാ ബിസിനസ് കോൺക്ലേവ് നടന്നത്. പരിപാടിയിൽ എന്തുകൊണ്ടാണ് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് എന്ന വിഷയത്തിലായിരുന്നു അനിൽ ബാലചന്ദ്രൻ സംസാരിച്ചത്. കസ്റ്റമറുടെ പുറകെ തെണ്ടാൻ നിനക്ക് നാണമില്ലേ എന്ന് പറഞ്ഞായിരുന്നു അധിക്ഷേപം തുടങ്ങിയത്. തുടർന്നും വ്യവസായികളെ തെണ്ടികൾ എന്ന് വിളിച്ച് തെറിവിളി തുടർന്നതോടെ കേട്ടുനിന്നവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും അവർ ശക്തമായ രൂപത്തിൽ സദസ്സിലിരുന്ന് തന്നെ പ്രതികരിക്കുകയും ചെയ്തു. അധിക്ഷേപവും തെറിവിളിയും തുടർന്നതോടെ സദസ്സിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇടപെടാൻ തുടങ്ങി. പരിപാടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട ശ്രോതാക്കൾ അനിൽ ബാലചന്ദ്രനെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ സംഘാടകർ ഇടപെട്ട് പരിപാടി നിർത്തിവെക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് നടക്കേണ്ടുന്ന പരിപാടിയിൽ മതിയായ ആളുകളില്ല എന്ന് പറഞ്ഞ് അനിൽ ബാലചന്ദ്രൻ ഹോട്ടലിൽ നിന്ന് വേദിയിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. പിന്നീട് സംഘാടകർ അനുനയിപ്പിച്ചാണ് വേദിയിൽ എത്തിച്ചത്. 1 മണിക്കൂർ വൈകിയായിരുന്നു അനിൽ പരിപാടി തുടങ്ങിയത്. അനിലിന് അനുവദിച്ച സമയം 4 മണി വരെ ആയിരുന്നെന്നും എന്നാൽ അദ്ദേഹം അതിൽ കൂടുതൽ സമയമെടുത്തെന്നും സമയം വൈകിയത് അതിനുശേഷം നടക്കാനിരുന്ന സിതാരയുടെ പരിപാടിയെയും ബാധിച്ചു എന്ന് സംഘാടകർ പരാതിപ്പെട്ടു. പരിപാടിക്ക് അനിൽ ആവശ്യപ്പെട്ട 4 ലക്ഷം രൂപ GST ഉൾപ്പെടെ ആദ്യമേ നൽകിയിരുന്നെന്നും അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം നിരവധി പരസ്യങ്ങളും നൽകിയെന്നും സംഘാടകനായ സവീഷ് പറഞ്ഞു. 5000-ഓളം ആളുകളെ പ്രതീക്ഷിച്ചിട്ടാണ് അനിൽ വന്നതെന്നും എന്നാൽ അത്ര ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നും സവീഷ് പറഞ്ഞു. ഇത് തങ്ങളുടെ പ്രശ്നമല്ലെന്നും അനിലിന്റെ അസഭ്യ വാക്കുകളാണ് പ്രശ്നമെന്നും സംഘാടകർ തന്നെ കൂട്ടിച്ചേർത്തു.
ഇദ്ദേഹത്തിന്റെ പരിപാടിയെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും പല രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ബിസിനസ്സുകാർ, അതായത് ഇദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയ ആളുകൾ ഇത്രയും മണ്ടന്മാരാണോ പണം കൊടുത്ത് തെറിവിളി കേൾക്കാൻ എന്ന രൂപത്തിലാണെന്ന് സോഷ്യൽ മീഡിയയിൽ നിറയെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. 4 ലക്ഷം രൂപ തെറി കൊണ്ടുപോയി. പണം കൊടുത്ത് തെറിവിളി കേൾക്കാൻ പോകുന്ന ആദ്യത്തെ ബിസിനസ്സുകാരായി കോഴിക്കോട് മാറി. എല്ലാ ബിസിനസ് മോട്ടിവേഷന്റെയും ലക്ഷ്യം എന്താണ്? സാധാരണക്കാരുടെ കയ്യിലുള്ള പണം എങ്ങനെ അവരെ പറ്റിച്ചിട്ടില്ല എന്ന രൂപത്തിൽ സന്തോഷത്തോടുകൂടി നമ്മുടെ പോക്കറ്റിലേക്ക് ആക്കാം എന്നത് തന്നെയാണ്. ഇത്തരം മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുന്നവർ തീർച്ചയായിട്ടും ചിന്തിക്കണം, അവർ ആ മേഖലയിൽ നൈപുണ്യം നേടിയവരാണ്. ബിസിനസ് ചെയ്ത് അവർ വിജയം നേടിയവരാണോ? അവർക്ക് നമ്മൾ വിളിക്കുന്ന പ്രോഗ്രാമിന്, നമ്മൾ വിളിക്കുന്ന ആളുകൾക്ക് നല്ല രൂപത്തിലുള്ള ഒരു ക്ലാസ് കൊടുക്കാൻ സാധിക്കുമോ? അവരെ മോട്ടിവേഷൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കണം. അതല്ലാതെ എവിടെയും ഉറച്ചു നിൽക്കാതെ ഉഡായിപ്പിലൂടെ വിജയിക്കുകയും പണമുണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നാൽ ഈ രൂപത്തിൽ ഉണ്ടാകും. പിന്നെ ഇയാള് ഒരുപാട് പരസ്യം ചെയ്തെന്നും യൂട്യൂബിലും മറ്റുമൊക്കെ ഇയാൾ വീഡിയോ ഇട്ട ആളുകളെ ക്ഷണിച്ചെന്നും എന്നിട്ടും വേണ്ടത്ര രൂപത്തിൽ ആളുകൾ വന്നില്ല എന്നും ഈ പരിപാടിയുടെ സംഘാടകർ തന്നെ വിമർശിക്കുന്നതും നമുക്ക് കേൾക്കാം. ഇയാൾ എങ്ങനെയാണ് സമൂഹത്തിലേക്ക് മോട്ടിവേഷൻ നിറയ്ക്കുന്നത് എന്ന് കേൾക്കുക. പൈസ കൊടുത്ത് കഴിക്കുന്ന പട്ടിയെ വാങ്ങിയെന്നുള്ള അവസ്ഥ. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാടവല്ലിയോടെ നിനക്കൊക്കെ. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് വെച്ചില്ല. ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. ഇനിയും തെറിവിളികളും ദ്വയാർത്ഥം വരുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെയാണ് അതിൽ യൂസ് ചെയ്തത്. അത് പല ആൾക്കാർക്കും ഇറിറ്റേഷൻ വരാൻ തുടങ്ങി. അവനെ ഒരു തവണ കയറ്റി ഇറക്കി അങ്ങ് വിടരുത്, വീണ്ടും ഇവനെ മടക്കി ഒടിച്ച് വീണ്ടും കയറ്റണം. ഞാനെന്താ പറഞ്ഞേ, എവിടെ ഒരു കഷ്ണം നാരങ്ങയും കൂടെ കയറ്റി വെച്ചിട്ട് കയറ്റി വിടുമ്പോ 10 ലക്ഷം എന്നൂറ്റായിരിക്കും. ഇപ്പൊ തന്നെ 50 കഴിഞ്ഞ് ഭാര്യ വരവ് പറയാൻ തുടങ്ങി ഇതിന്റെ അകത്ത് നീര് പറ്റിയെന്ന്. സ്റ്റേജിലേക്ക് കയറുന്ന തന്നെ ഒരു പ്രതികാര ബുദ്ധിയുണ്ട്. എന്റെ കലിപ്പ് തീരുന്നവരെ ഞാൻ അവരെ വെള്ളം കുടിപ്പിച്ചു എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പുള്ളി സ്റ്റേജിലേക്ക് കയറിയത്. കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുക്കും കേട്ടോ. നമ്മുടെ പ്രോഗ്രാം നടന്നത് മെയ് 21 ആയിരുന്നു. മെയ് 21 തീയതി നമ്മുടെ അനിൽ ബാലചന്ദ്രന്റെ ഒരു മെഗാ ബിസിനസ് കോൺക്ലേവ് ആയിരുന്നു. അപ്പോൾ അന്ന് പലതരം പരിപാടികൾ നടക്കുന്നുണ്ട്. അതായത് എപ്പോഴും ബിസിനസ് കോൺക്ലേവ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാനൽ ഡിസ്കഷൻ ആയിരിക്കും. ബിസിനസ്സുകാരുടെ ട്രെയിനിങ്, അതേപോലെ തന്നെ റൗണ്ട് ടേബിൾ നെറ്റ്വർക്കിംഗ് ഉണ്ട്, കോൺടാക്ട് കിട്ടാനുള്ളത്, അതേപോലെ 2 മെഗാ മ്യൂസിക് ഷോ ഉണ്ട്. ഇതിന്റെ ഒരു പാർട്ട് എന്നുള്ള രീതിയിൽ ഇതുപോലെയുള്ള ആളുകളെ എങ്ങനെയാണ് മോട്ടിവേഷൻ ട്രെയിനർ എന്ന് പറയുന്നത്? പക്ഷെ ഇതിലേറെ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ കൂടുതൽ സ്പെസിഫൈ ചെയ്യുകയും ചെയ്യേണ്ടുന്ന വ്യക്തിത്വമാണ് ആദ്യം പ്രതികരിച്ച ആ ശബ്ദം. സദസ്സിലിരുന്ന് തന്നെ ചോദിച്ചു, ആരെയാണ് നിങ്ങൾ തെണ്ടികൾ എന്ന് വിളിച്ചത്? ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാണ്, ഞങ്ങളുടെയൊക്കെ ബിസിനസ് എങ്ങനെ വിജയിപ്പിക്കാം എന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ പ്രോഗ്രാം കേൾക്കുന്നതിന് വേണ്ടി പണം കൊടുത്ത് വന്നിവിടെ ഇരിക്കുന്നത്. ആരെയാടാ നീ തെണ്ടി എന്ന് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അനിൽ ബാലചന്ദ്രൻ കൈ കൂപ്പി നിൽക്കുന്നു സദസ്യരോട്. മോട്ടിവേഷൻ 1 മണിക്കൂറിന് 4 ലക്ഷം രൂപ. എന്തായാലും കോഴിക്കോടുകാർ ആദ്യത്തെ മണ്ടന്മാരുമായി, എന്നാൽ പ്രതികരിക്കുന്നതിൽ ആദ്യത്തെ മിടുക്കന്മാരുമായി. നന്ദി.